ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സേതു അനിയത്തിയെ ഉപദേശിച്ച് അനിയത്തെ വീടിനകത്തേക്ക് കയറ്റി വിട്ടിട്ട് റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് അച്ഛൻ്റെ ഫോട്ടോ കാണുന്നത്. അങ്ങനെ അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിൽ പോയി കുറേ നേരം ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്നു. നിങ്ങൾക്ക് എന്താ കുഴപ്പം? നിങ്ങൾ സങ്കടപ്പെട്ടെന്നാണ് നിങ്ങളുടെ മകള് പറയുന്നത്. പക്ഷെ സങ്കടപ്പെട്ടത് മുഴുവൻ ഞാനല്ലേ. നിങ്ങൾക്ക് ഭാര്യയുണ്ട്, സ്നേഹനിധിയായ 3 പെൺമക്കളും ഉണ്ട്. എനിക്ക് ആരുണ്ടായിരുന്നു എന്നൊക്കെ നമ്മുടെ സേതു ഇങ്ങനെ അച്ഛൻ്റെ ഫോട്ടോയിൽ നോക്കി പറയാം. ആരുമില്ലാത്ത വെറും അനാഥനായിരുന്നു ഞാനെന്ന്. അപ്പോൾ മകൻ ഇങ്ങനെ നിന്ന് പറയുന്നതെല്ലാം നമ്മുടെ പൂർണിമ അവിടെ സ്റ്റെയറിൻ്റെ അവിടെ നിന്ന് കേൾക്കുക. പക്ഷേ ഇത് സേതു കാണുന്നില്ല. അപ്പോൾ സേതു, എൻ്റെ അമ്മയെ നിങ്ങൾ ഒഴിവാക്കിയതോടെ ഞാൻ വെറും അനാഥനായില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ആ ഉള്ളിലെ സങ്കടമെല്ലാം നമ്മുടെ പൂർണിമ കേൾക്കുക കേട്ടോ. നിങ്ങൾ സ്നേഹനിധിയായ ഒരു അച്ഛനായിരുന്നു എന്നാണ് അച്ചു എന്നോട് പറഞ്ഞത്. പക്ഷേ എനിക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. ആ സ്നേഹത്തിൻ്റെ ഒരംശം പോലും അനുഭവിക്കാനുള്ള യോഗം എനിക്കുണ്ടായില്ല എന്ന് നമ്മുടെ സേതു പറയണം. ഇതൊക്കെ കേട്ട് പൂർണിമ സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങളെ ഒന്ന് കാണാനേ ഞാൻ കൊതിച്ചിട്ടുണ്ട്, അറിയാവോ. പക്ഷേ ബിസിനസ് ഇങ്ങനെ കെട്ടിപ്പടുത്തി ഉയർത്താൻ ശ്രമിച്ചു നടക്കുന്ന മാധവമേനോന് എവിടെയായിരുന്നു സമയം? പക്ഷേ എത്ര തിരക്കിനിടയിലും 2ാം ഭാര്യയെ കാണാനും മക്കളെ സ്നേഹിക്കാനും ഒക്കെ നിങ്ങൾ സമയം കണ്ടെത്തിയിരുന്നില്ലേ എന്നും അച്ഛനോട് മകൻ ചോദിക്കുന്നു. അതൊക്കെയാണ് എനിക്ക് നിങ്ങളോടുള്ള ദേഷ്യം. അതെല്ലാം നമ്മുടെ സേതു ഇങ്ങനെ പറയാം. സേതുവിൻ്റെ ഉള്ളിലിരിക്കുന്നത് എന്താണെന്ന് നമ്മുടെ പൂർണിമ ഇങ്ങനെ അറിയുന്നു. അപ്പോൾ വിൽപത്രത്തിൽ അവകാശപ്പെട്ട ആ ഒരു അവകാശങ്ങൾ ഓർത്തിട്ടൊന്നും അല്ല ഞാനിങ്ങനെ നിൽക്കുന്നത്. അതിലൊന്നും ആയിരുന്നില്ല നിങ്ങൾ സ്നേഹം കണ്ടെത്തേണ്ടിയിരുന്നത്. സ്വന്തം മകനെ കൂടെ കൂട്ടി ചേർത്ത് നിർത്തുന്നതിലായിരുന്നു നിങ്ങൾ നിങ്ങളുടെ സ്നേഹം പുറത്ത് കാണിക്കേണ്ടിയിരുന്നത്. സാരമില്ല. പക്ഷേ സങ്കടമുണ്ട്, ഒരുപാട് സങ്കടമുണ്ട് എൻ്റെ മനസ്സിൽ. ഒത്തിരി സങ്കടം മറച്ചു വെച്ചാൽ ഞാനിവിടെ നിൽക്കുന്നത്. അതാ മനസ്സിൽ നിന്ന് അതങ്ങനെ ദേഷ്യമായിട്ടാണ് പുറന്തള്ളുന്നതെന്ന് മാത്രം. പിന്നെ നിങ്ങളുടെ മുന്നിൽ ജയിക്കാൻ എന്നെക്കൊണ്ട് അതിനെ സാധിക്കുള്ളൂ. അതെങ്കിലും എനിക്ക് ബാക്കി വേണ്ടേ എന്ന് സേതു ചോദിക്കുന്നു. അങ്ങനെ സേതുവിൻ്റെ ഉള്ളിലുള്ള സങ്കടമൊക്കെ നമ്മുടെ പൂർണിമ കേട്ട് നെഞ്ച് പിടഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ ഫോട്ടോയിൽ നോക്കി എല്ലാം തുറന്നു പറഞ്ഞു. മനസ്സ് നേറി നമ്മുടെ സേതു അകത്തേക്ക് കയറി പോയി കഴിയുമ്പോൾ പൂർണിമ പതുക്കെ ഇങ്ങനെ വരുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാജലക്ഷ്മിയാണ്. രാജലക്ഷ്മി അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കാം മകൻ്റെ ഭ്രാന്തിനെ പറ്റി. അപ്പോൾ അമ്മ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നുണ്ടോണ്ട് വിശ്വന് അങ്ങോട്ടേക്ക് വന്നു. അമ്മ എന്താ ഈ ആലോചിക്കുന്നത് ചോദിച്ചു. അപ്പോൾ വേറൊന്നും അല്ലടാ, ഇന്ദ്രൻ്റെ കാര്യം ഞാൻ ആലോചിക്കുന്നതെന്ന് അമ്മ പറയുകയാണ്. അവൻ എന്നെ കൊല്ലുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടെന്ന് രാജലക്ഷ്മി പറയുന്നു കേട്ടോ. ഞാനൊരു ദുർസ്വപ്നം കാണുകയും ചെയ്തിടാന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ ഏട്ടൻ്റെ രോഗമാണ് ഏട്ടനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഏട്ടൻ്റെ ജീവിതം അമ്മ ഏട്ടൻ്റെ ശരിക്കും നശിപ്പിച്ച് കളഞ്ഞത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ എടാ, ഞാൻ എൻ്റെ മോൻ്റെ നല്ല ഭാവി മാത്രമേ ആലോചിച്ചുള്ളൂ. പക്ഷേ അത് ഇടുത്തിയായി എൻ്റെ തലയിൽ തന്നെ വീഴുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ അമ്മ മോനോട് പറയുമ്പോൾ അമ്മേ ദേ കഴിഞ്ഞ ദിവസം ഇവിടെ നടന്നത് വെറും ഒരു തുടക്കം മാത്രമാണ്. അതിനൊരു അവസാനം കാണണമെങ്കിലേ ഇന്ദ്രേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നല്ല ചികിത്സ കൊടുത്താലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്കും അമ്മയ്ക്കൊക്കെ ഭയത്തോടെ ഇവിടെ കഴിയേണ്ടി വരുമെന്ന് ഇളയ മോൻ പറഞ്ഞു കൊടുക്കുമ്പോൾ വേണ്ടടാ, അവനെ ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകണ്ട. ഇന്ദ്രപ്രസ്ഥത്തിലെ രാജലക്ഷ്മിയുടെ മകൻ മെൻ്റൽ ഹോസ്പിറ്റൽ ചികിത്സയിലാണെന്നൊക്കെ പറയുന്നതേ എനിക്ക് നാണക്കേടാണെന്ന് പറഞ്ഞു. അപ്പം നാണക്കേട് നോക്കിയിരുന്നാലേ അമ്മയ്ക്ക് എന്നും കഴുത്ത് തടവാനേ സമയം കാണും. ഇന്ദ്രൻ എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, എന്നാലും ഹോസ്പിറ്റലൊന്നും തൽക്കാലം കൊണ്ടുപോയില്ലടാ ഞാനൊന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ പറയാം. എന്തായാലും നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാവരെയും ഞാൻ വിശ്വസിപ്പിച്ചിരിക്കുന്നത് പല്ലവിയുടെ സ്വഭാവദോഷം കൊണ്ടാണ് നമ്മളിവിടെ നിന്ന് അവളെ ഇറക്കി വിട്ടതെന്നാണ്. ഇനി അത് അങ്ങനെയല്ല എന്ന് വന്നാൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇന്ദ്രൻ വന്നു. പണ്ട് ഏതോ ഡോക്ടർ എന്തോ പറഞ്ഞെന്ന് കരുതി തള്ളയും മോനും കൂടെ എന്നെ മെൻ്റലാക്കാൻ നോക്കിയാലേ ദേ ഹോസ്പിറ്റലിലേക്കായിരിക്കില്ല, ജയിലിലേക്കായിരിക്കും ഞാൻ പോകുന്നത്. രണ്ടിനെയും കൊന്നിട്ടെന്നും പറഞ്ഞ് ഇന്ദ്രൻ അവിടെ നിന്ന് കയറിപ്പോയി. അപ്പോഴേക്കും ദേ അമ്മയ്ക്ക് അവിടെ പേടിയായി വീണ്ടും. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സേതുവിനെ കേട്ടോ. അപ്പോൾ സേതുവും അതുപോലെ നമ്മുടെ ഹരി അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നു. ബേബി ചേച്ചി എല്ലാം വിളമ്പി കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ബേബി ചേച്ചി തമാശയായിട്ട് എടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്താടാ ഹരി എന്ന് ചോദിച്ചു. ചേച്ചി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് അങ്ങ് തുടങ്ങാൻ പറഞ്ഞു. ബേബീസ് കിച്ചൺ, നാടൻ രുചിയുടെ കലവറ. സേതു ഏട്ടാ പേരെങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പം ഡബിൾ ഓക്കെ ആണെന്ന് സേതുവും പറഞ്ഞു. ചേച്ചി ഒരു വാക്ക് പറഞ്ഞാൽ മതി, ദേ റെസ്റ്റോറൻറ്റിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു സേതു. അയ്യോ ഇല്ല സേതു, എനിക്ക് ഇവിടേക്ക് ഇങ്ങനെ കഴിഞ്ഞിങ്ങനെ പോയാൽ മതി, ഒരുപാട് വേണമെന്നൊന്നുമില്ല. ഞാൻ ഒരു ദിവസം ഇവിടുന്ന് മാറി നിന്നാൽ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ അവതാളത്തിലാകുമെന്ന് പറഞ്ഞു ബേബി ചേച്ചി. അതെന്താ തള്ളയും മക്കളും അടുക്കളയിൽ കയറില്ലേ എന്ന് ചോദിച്ചു. അവർ അടുക്കളയിൽ കയറിയത് ഡെവിൾസ് കിച്ചൺ ആകുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഹരി പറഞ്ഞപ്പോഴത്തേക്കും പൂർണിമ അങ്ങോട്ടേക്ക് വന്നു. പൂർണിമ അത് കേട്ടു എന്ന് ഹരിക്ക് മനസ്സിലായി. ഹരി അന്നേരത്തേക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ ചമ്മി. അപ്പോൾ പറഞ്ഞത് പൂർണിമയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഈ സമയത്ത് നമ്മുടെ ഹരി പതുക്കെ അങ്ങോട്ട് എഴുന്നേക്കുക. നീ മതിയാക്കിയോടാ,
അപ്പോൾ വയറ് നിറഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് ഹരി അങ്ങേറ്റു പോയി. ആ സമയത്ത് സാമ്പാറിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് എഴുന്നേക്കാനേ തോന്നുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു പറയാം. ആ പൂർണിമേച്ചിയോ ഇവിടെ നിന്ന് ഇരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ഹരി അങ്ങോട്ട് ചെല്ലുന്നു. ഋതു അങ്ങ് ഇറങ്ങി വരുന്നു. ഇവർ തമ്മിൽ കൂട്ടിയിടിച്ച് വീഴാൻ തുടങ്ങി. ഇയാൾ എവിടെ നോക്കിയാണ് നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഋതു അന്നേരം അങ്ങോട്ടേക്ക് വരിക. ഈ സമയത്ത് ബേബി ചേച്ചിയുടെ അമ്മയ്ക്ക് അരികിലേക്ക് വന്നിട്ട്, അമ്മേ സ്വാതിയുടെ ടീച്ചറുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി, കോളേജിൽ വിളിച്ചപ്പോൾ അവരിന്ന് തന്നെ മെയിൽ ചെയ്യുന്നതാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. ആ കോളേജുകാരുടെ കഷ്ടകാലം തുടങ്ങി. അല്ല അത് അതുപോലെ ഒരു ജീവിയാണല്ലോ അങ്ങ് പോയിരിക്കുന്നത് നമ്മുടെ സേതു പറഞ്ഞപ്പോഴത്തേക്കും മൃദു ഇടയ്ക്ക് കയറി. ബേബി ചേച്ചി ഉച്ചയ്ക്ക് മീനാണോ അത് ഇറച്ചിയാണോ എന്ന് ചോദിച്ചപ്പോൾ മീനാണെന്ന് പറഞ്ഞു ബേബി ചേച്ചി. അപ്പം കറി വെക്കുമ്പോഴേ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യണേ, പിന്നെ അതിൽ കുരുമുളക് ഇടാൻ മറക്കണ്ട കേട്ടോ എന്ന് സേതു പറഞ്ഞു. അങ്ങനെ സേതു അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോവുക. സേതു അതും പറഞ്ഞ് എഴുന്നേറ്റ് പോയപ്പോൾ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര അങ്ങനെ കഴിച്ച പാത്രത്തിൽ തന്നെ കൈയൊക്കെ കഴുകി മുഖമൊക്കെ തുടച്ചിട്ടാണ് നമ്മുടെ സേതു ഏറ്റു പോകുന്നത്. അതൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഉച്ചയ്ക്ക് കാണാൻ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇതൊക്കെ കാണിച്ചിട്ട് അങ്ങ് പോയി നമ്മുടെ സേതു. ഒരു പ്ലേറ്റിങ് എടുക്കാൻ പറഞ്ഞു നമ്മുടെ ഋതു. അങ്ങനെ ഋതു പാത്രം തുറന്നു നോക്കിയപ്പോൾ പാത്രം എല്ലാം കാലിയായിട്ടിരിക്കുന്നു. അപ്പോൾ അവരത് ഭക്ഷണം കഴിച്ചു. മോളി ഇരിക്കുക, ഒരു 5 മിനിറ്റ് ബേബിച്ച ചിപ്പെല്ലാം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഋതുവിന് ദേഷ്യം വരാൻ തുടങ്ങി. ഋതു ഇങ്ങനെ കല് കയറി അങ്ങനെ ഇരിക്കും അവിടെ. ആ സമയം അമ്മയ്ക്കിപ്പോൾ സന്തോഷമായില്ലേ, അയാൾ കാരണം സമയത്ത് ആഹാരം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായെന്നും പറഞ്ഞുകൊണ്ട് ഋതു ഇങ്ങനെ പറയാം. പൂർണ്ണിമ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. പൂർണ്ണിമ ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പല്ലവി ഇങ്ങനെ അവിടെ സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പോൾ വേറൊരു കുശുമ്പി ടീച്ചറുണ്ട് അവിടെ. ആ ടീച്ചർ വന്നിങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കാം. കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവ് കളഞ്ഞിട്ട് പോയാൽ എന്താ സങ്കടം വരില്ലേ, ഉറപ്പായി സങ്കടം വരുമെന്നൊക്കെ പറഞ്ഞ് ആ ടീച്ചർ ഇങ്ങനെ നമ്മുടെ പല്ലവി ഇങ്ങനെ എരിവ് കയറ്റി സംസാരിക്കുമ്പോൾ ഭർത്താവ് കളഞ്ഞതല്ലല്ലോ ടീച്ചറെ, ഞാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതല്ലേ എന്നിങ്ങനെ നമ്മുടെ പല്ലവി ചോദിച്ചു. അപ്പോൾ ആയിക്കോട്ടെ, എങ്കിലും നാട്ടുകാർ ഭർത്താവ് പല്ലവിയെ വേണ്ടെന്ന് വെച്ചെന്നേ പറയൂന്ന് പറഞ്ഞു. പറയുന്നവർ പറഞ്ഞോട്ടെ, ഞാൻ ആരുടെയും വായ അടപ്പിക്കാനൊന്നും പോകുന്നില്ല. പല്ലവിയുടെ ഇതേ സ്വഭാവം തന്നെയാണ് എനിക്കുമെന്ന ടീച്ചർ. എന്നെക്കുറിച്ച് ആളുകൾ എന്തൊക്കെയാ പറയുന്നേ, എനിക്കിപ്പോൾ എന്താ കുഴപ്പം? ഗുരുവായൂർ കുളിച്ചു തൊഴാൻ പോയി എന്നെ ഡ്രൈവറുടെ കൂടെ കറങ്ങിയെന്നോ കഥ വരെ ഉണ്ടാക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞു. പല്ലവി ചിരിക്കാം. അപ്പം ഞാൻ ആരോടും പ്രതികരിക്കാനൊന്നും പോയില്ല. അന്യനാട്ടിൽ കിടക്കുന്ന എൻ്റെ ഹസ്ബൻഡിനെ എന്നെ നല്ല വിശ്വാസമാണെന്നും പറഞ്ഞ് ടീച്ചർ. അത് നമുക്ക് നോക്കിയാൽ പോരെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പല്ലവി ഇങ്ങനെ നിൽക്കുക കേട്ടോ. പറയുമ്പോൾ പല്ലവിക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ. പല്ലവിയെ കല്യാണം കഴിച്ചാൽ ഇന്ദ്രനുണ്ടല്ലോ, ആളൊരു പുളിങ്കൊമ്പായിരുന്നു എന്ന് ടീച്ചർ പറഞ്ഞേ. പല്ലവി ചിരിച്ചു. അയാളെ വിട്ടുകളഞ്ഞത് ഭയങ്കര അബദ്ധമായി പോയിട്ടോന്നു. എനിക്ക് അബദ്ധമായിട്ടല്ല അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത് എന്ന് നേരം പല്ലവി പറയാം. അത്രയ്ക്ക് മോശമായിരുന്നു അയാളുടെ സ്വഭാവം. ഈ ലോകത്ത് നല്ലവരായിട്ട് ആരും ഇല്ല പല്ലവി, എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ എല്ലാവർക്കും കാണുമെന്ന് പറഞ്ഞു. അതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചങ്ങ് പോകണമെന്ന് പറഞ്ഞു ടീച്ചർ വലിയ ഉപദേശങ്ങളുമായിട്ട് പല്ലവിയുടെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ടീച്ചർ അവിടെ നിന്ന് ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടം. ടീച്ചർ അങ്ങ് ഓടി. അപ്പോൾ അടുത്ത ടീച്ചർ വന്നു. അവരെന്താ ഇങ്ങനെ അസ്ത്രം വിട്ടതുപോലെ ഓടുന്നേ എന്ന് ചോദിച്ചു. എന്തോ ക്ലാസ്സിലെന്തോ മൊബൈൽ മറന്നെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആ ഇന്ദ്രനെ വിട്ടുകളഞ്ഞ് അബദ്ധമായി പോയെന്ന് പറഞ്ഞ് നമ്മുടെ പല്ലവി ഇവരോട് പറഞ്ഞപ്പം അവരോട് സംസാരിക്കാൻ പോലും പോകണ്ട. കോളേജിലാണെങ്കിലും പരദൂഷണത്തിന് വേണ്ടിയാ അവർ ഡിഗ്രി എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല്ലവിയുടെ ഫോൺ റിങ് ചെയ്തു. പല്ലവി എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ സേതുവാണ് വിളിക്കുന്നത്. ആ സേതുവേട്ട എന്താണെന്ന് ചോദിച്ചു. എനിക്ക് അത്യാവശ്യമായിട്ട് പല്ലവി ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ വരാം സേതുവേട്ടാ, ഞാൻ പിന്നെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പല്ലവിയുടെ ഒരു അങ്കിളുണ്ടല്ലോ പുറത്ത് ഉണ്ടായിരുന്ന ആ ഒരു ചേട്ടൻ. ആ ചേട്ടൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ആ ഒരു ഇതിലേക്ക് സംസാരിക്കാം. അപ്പോൾ അങ്ങനെ ആ വീട്ടുപടി എല്ലാം ചെയ്ത് പാവം ചേട്ടൻ മടുത്തു. പുള്ളിക്കാരി ജോലിക്കൊക്കെ പോയിരിക്കുക. അപ്പോൾ പുള്ളിക്കാരിയാണെന്ന് ഓർത്ത് ഇങ്ങനെ ഇരുന്നു. ഫോൺ വന്നപ്പോഴത്തേക്കും ഭാര്യ പാത്രം കഴിയുമെന്ന് ചോദിക്കാൻ വിളിക്കുന്നതെന്നൊക്കെ ഓർത്ത് അദ്ദേഹം ഇങ്ങനെ ആകെ വയലൻ്റ് ആയിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. ചെന്നെടുത്തപ്പം ഭാഗ്യത്തിന് നമ്മുടെ പല്ലവിയുടെ അച്ഛനും അമ്മയായിരുന്നു. ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നു. എടാ മോനെ ഇവിടെ കൈയും കാലും തളരുവാണെന്നൊക്കെ പറഞ്ഞു. എന്നാൽ പിന്നെ അതങ്ങ് ഓർമ്മിക്കാതിരുന്നാൽ പോരെന്ന് അനിയൻ ചോദിച്ചു ചേച്ചിയോട്. അപ്പോൾ എത്ര ഓർക്കാതിരിക്കാൻ ശ്രമിച്ചാലും ആ ഇന്ദ്രൻ്റെ കാര്യം ഓർത്ത് പോവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ നാട്ടിൽ വരട്ടെ, ആ ഇന്ദ്രനെ കാണേണ്ട രീതിയിൽ തന്നെ ഞാൻ കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അനിയൻ ചേച്ചിയെ സമാധാനിപ്പിച്ചു. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഈ സമയത്ത് ഈ ഇന്ദ്രൻ എഴുത്തുപുരവിൻ്റെ സമാധാനം കെടുത്തിയാലേ നാട്ടിലേക്ക് ഒരു പോക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ ഇങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അവർ ഇതെല്ലാം കഴിഞ്ഞ് കാണിക്കുന്ന മൃദുവേട്ടനാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മൃദുവേട്ടൻ അവിടെ നിന്ന് ഫോണിൽ ഏതോ പെണ്ണിനോടാണ് സംസാരിക്കുന്നത്. ഹസ്ബൻഡ് പുറത്ത് പോകുമ്പോൾ മെസ്സേജ് അയക്കത്തില്ല, അല്ലെങ്കിൽ ഉറങ്ങിക്കിടങ്ങുമ്പോൾ മെസ്സേജ് അയക്കാമല്ലോ, അതേ നോക്കിക്കേ, അല്ല ഭർത്തൃബന്ധത്തെക്കാൾ വലുതാ പ്രണയബന്ധം എന്നൊക്കെ പറഞ്ഞു മൃദുവേട്ടൻ അങ്ങനെ പറയാം. അപ്പം നമ്മുടെ സേതു അത് കേട്ടോണ്ട് വന്നു. അതെ, ഇതിന് പറയുന്നത്
പ്രണയബന്ധം എന്നല്ല പറയേണ്ടത് വേറെയാണെന്ന് നമ്മുടെ സേതു ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊന്നും പറയല്ലേ മുത്തേന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മൃദു. അപ്പോഴത്തേക്കും സേതു പുറകിൽ നിന്ന് പിടിച്ചു. പിന്നെ മൃദുവായിട്ടിനെ അവിടെ ഇട്ട് പോരിച്ചടിക്കും നമ്മുടെ സേതു. അപ്പോൾ നിങ്ങൾ എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളെ അത്യാവശ്യമായിട്ട് ഒരു കോള് വന്നായിരുന്നു നമ്മുടെ ഡ്യൂട്ടിയുടെ കാര്യങ്ങളെ. അപ്പോൾ അതിനുവേണ്ടി ഞാനും ഹരിയും കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഹരി എപ്പോഴും അങ്ങോട്ട് വന്നു. ഹരി ചോദിച്ചു സേതുവിനെ എപ്പോഴാണ് വന്നതെന്ന്. അതെ, ഞാൻ സേതുവിനെ വിളിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. എന്താടാ? അകത്തെ റെസ്റ്റോറൻറ്റിലെ പല്ലവി ചേച്ചിയും ശ്രുതി ചേച്ചി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. സേതുവേട്ടൻ പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടേ ചേച്ചിയുടെ മനസ്സൊന്ന് ഇളക്കാൻ നോക്കാൻ പറഞ്ഞു. അപ്പോൾ സേതു ഇങ്ങനെ നോക്കുക കേട്ടോ. അതൊക്കെ വേണോടാന്ന് ചോദിച്ചു. വേണ്ടടാ, അതങ്ങനെ പെട്ടെന്ന് ഇളകുന്ന മനസ്സൊന്നും അല്ലടാ എന്ന് പറഞ്ഞപ്പം സേതുവേട്ടൻ പോയി ഒന്ന് സംസാരിക്കുക. മനസ്സിൽ കൊണ്ടു നടക്കുന്ന പെണ്ണിനോട് സംസാരിക്കാൻ കിട്ടുന്ന ഒരു നിമിഷം പോലും പാഴാക്കരുതെന്നാണ് കാരണവന്മാർ പറഞ്ഞിട്ടുള്ളത്. ഏത് കാരണവന്മാർ? പണ്ടത്തെ കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടോടാ? ഉണ്ട്. പോണോടാ ഞാൻ? പോണം. പിന്നെ ദേ അവരെ യാദൃശികമായി കണ്ടതുപോലെയൊക്കെ പെരുമാറണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. എടാ നിന്നെ അവർ കണ്ടില്ലല്ലോ അല്ലേ എന്ന് സേതു ചോദിച്ചപ്പോൾ ഇല്ലില്ല കണ്ടിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ അവർ കഴിച്ചതിന് ബില്ല് സേതുവേട്ടൻ കൊടുക്കണമെന്ന് പറഞ്ഞപ്പം അതെ അതെ ഇത് മൃദുവേട്ടനും പറഞ്ഞു. അവർ വേണ്ടെന്നൊക്കെ പറയും, പക്ഷേ സേതുവേട്ടൻ കൊടുക്കണം, അതാണ് അതിൻ്റെ ഒരു ഇത്. ഏത് അത് മനസ്സിലായോന്ന് ചോദിച്ചു. എന്നാൽ ശരി ഞാൻ പോവാമെന്ന് പറഞ്ഞു സേതുവൻ അവരുടെ അടുത്ത് നിന്ന് അങ്ങോട്ടേക്ക് പോണു. കുറേ ക്ലാസ്സൊക്കെ എടുത്ത് കൊടുത്ത് നമ്മുടെ ഹരി പറഞ്ഞു വിടുവാണേ. എന്നിട്ട് ഹരിയും മൃദുവും ഏട്ടനും കൂടെ അങ്ങ് പോയി. സമയത്ത് അവർ രണ്ടുപേരും, അതായത് നമ്മുടെ സ്മൃതിയും പല്ലവിയും കൂടെ അവിടെ ഇരിക്കുന്നു. 2 കോഫിയൊക്കെ പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ സേതു ഇങ്ങനെ തപ്പി തേടി അവിടെ ചെല്ലുക. ഒന്നും അറിയാത്തതുപോലെ ചായ കുടിക്കാൻ ചെന്നപ്പോൾ ഇതാരൊക്കെ പല്ലവി സ്മൃതിയോ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. സ്മൃതിക്ക് നല്ല വിശപ്പ്, അങ്ങനെ കഴിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മാത്രമല്ല അവൾക്കും നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്മൃതി പല്ലവിയോട് പറയാം. അല്ല സേതുവേട്ടൻ ഇവിടെയെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാ, എന്താണെന്നറിയില്ല ഭയങ്കര തലവേദന. അയ്യോ അതെയോ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പല്ലവി ഇങ്ങനെ തോളിലും കഴുത്തേലും ഒക്കെ ഇങ്ങനെ നോക്കുക. അപ്പോൾ സ്മൃതി ഇങ്ങനെ എന്നും പറഞ്ഞിരിക്കുക കേട്ടോ. അല്ല പനിയൊന്നും ഇല്ലല്ലോ പിന്നെന്താ? അപ്പോൾ ഉള്ളിൽ നല്ല ചൂടുണ്ടെന്നാണ് തോന്നണേ നമ്മുടെ സേതുവേട്ടൻ. സ്മൃതിക്ക് കാര്യം മനസ്സിലായി. അതെ ചൂടായിട്ടൊരു ചായ കുടിക്കുമ്പോൾ അതൊക്കെ മാറിക്കോളും. അതെ ഇവിടുത്തെ ചായക്കാൾ നല്ല കോഫിയാണ്, സേതുവേട്ടൻ ഇരിക്കാൻ പറഞ്ഞു സ്മൃതി. അപ്പോൾ സ്മൃതിയുടെ അടുത്ത് ഇരിക്കാൻ തുടങ്ങുമ്പോൾ ആ ഭാഗം മാറ്റി കൊടുക്കടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവിയുടെ അടുത്ത് സേതുവിനെ പിടിച്ചിരുത്തി സ്മൃതി. എന്നിട്ടൊരു കോഫിയും കൂടെ വിളിച്ചങ്ങ് പറഞ്ഞു. എന്നിട്ട് ഇവരെ രണ്ടുപേരെയും നോക്കാം. അപ്പോൾ അങ്ങനെ ദേ നമ്മുടെ സ്മൃതി അവിടെ ഇരുന്ന് ഇങ്ങനെ സേതുവായിട്ട് വർത്താനമൊക്കെ പറയുന്നു. അങ്ങനെ ഇവർ തമ്മിൽ വർത്താനമൊക്കെ പറഞ്ഞ് കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സേതു. അപ്പോൾ സേതുവേട്ടന് കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു, അല്ലെങ്കിൽ കഴിക്കാൻ എന്തെങ്കിലും പറയട്ടെ എന്ന് ചോദിച്ചു. വേണ്ട എനിക്ക് കോഫി മതിയെന്ന് പറഞ്ഞു. കല്യാണാലോചനയൊക്കെ എന്തായി എന്ന് സ്മൃതി ചോദിച്ചപ്പം ആരുടെയാന്ന് ചോദിച്ചു സേതു. അല്ല സേതുവേട്ടൻ്റെ പല്ലവി കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞായിരുന്നല്ലോ. അപ്പോഴേക്കും എന്തേ നമ്മുടെ സേതു ഇങ്ങനെ പല്ലവിയെ നോക്കുക കേട്ടോ. സേതുവിനത് ഭയങ്കര വിഷമമായി. എന്തായാലും സേതുവേട്ടൻ ഇനി വെച്ച് താമസിപ്പിക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ഒരു കല്യാണമൊക്കെ കഴിക്കാൻ നോക്കാൻ പറഞ്ഞു സ്മൃതി. അപ്പോഴത്തേക്കും നമ്മുടെ സേതു നോക്കണം, അന്ന് കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടെന്ന് പല്ലവി പറഞ്ഞു. അതിലുള്ള ആരെയും സേതുവിന് ഇഷ്ടമായില്ലേ എന്ന് ചോദിച്ചപ്പം ഇല്ല, അതൊന്നും എൻ്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടികളായിരുന്നില്ല എന്ന് നമ്മുടെ സേതു പറഞ്ഞു. അപ്പോൾ സേതുവേട്ടാ അതെ കല്യാണം എന്നൊക്കെ പറഞ്ഞാലേ ഒരു വിധിയാണെന്ന് സ്മൃതി. സേതുവേട്ടൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ആ ഭാഗ്യവതിയോ എവിടെയോ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്മൃതി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ച് നമ്മുടെ സേതു. അപ്പോൾ എവിടെയോ അല്ല, കോഫിയും കുടിച്ചുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട് എന്ന് നമ്മുടെ സേതു ഇങ്ങനെ മനസ്സിൽ പറയാം. അപ്പോൾ നമ്മുടെ സ്മൃതിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അമ്മയെ വിളിക്കുന്നതേ. ഒരു മിനിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് അമ്മയോട് സംസാരിക്കുന്നു സ്മൃതി. അപ്പം അമ്മ റെഡിയായോ? എന്നാൽ ശരി ഞാനിപ്പോൾ വന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോണങ്ങ് കട്ട് ചെയ്തിട്ട് സ്മൃതി പോകാൻ തുടങ്ങുക. എടി ഈ കോഫിയെങ്കിലും കുടിച്ചിട്ട് പോടിയെന്ന് പല്ലവി പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരിച്ചിരി എടുത്ത് കുടിച്ചു. എന്നാൽ ഞാൻ ഇറങ്ങാം കേട്ടോ എന്നും പറഞ്ഞു. നിങ്ങൾ സംസാരിക്കാനൊക്കെ പറഞ്ഞു. അയ്യോ വേണ്ട വേണ്ട ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു പൈസ കൊടുക്കാനായിട്ട് തുടങ്ങിയപ്പോൾ. അതായത് സ്മൃതി പൈസ കൊടുത്തിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ പല്ലവി പൈസ കൊടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ആണോ ശരി എന്നാൽ കൊടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് സ്മൃതി അങ്ങ് പോയി. പിന്നെ ഇവർ രണ്ടുപേരും മാത്രമായി അവിടെ. പിന്നെ എന്തൊക്കെയുണ്ട് സേതുവേട്ടാ വിശേഷം എന്ന് പല്ലവി ചോദിച്ചപ്പം എന്ത് വിശേഷം, ചെറുതാണെങ്കിലും എനിക്ക് എൻ്റെ കൊട്ടാരം മതിയായിരുന്നു, അവിടെ ഒരു മനസ്സമാധാനമൊക്കെ ഉണ്ടായിരുന്നു എന്ന് സേതു പല്ലവിയോട് പറയുക. താൻ എന്നെ നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്, അപ്പോൾ അത് ശരിയായ തീരുമാനമായിരുന്നു എന്ന് പിന്നീട് സേതുവേട്ടൻ മനസ്സിലായിക്കോളൂ എന്ന് പല്ലവി ഇങ്ങനെ പറയാം. എന്നിട്ട് പല്ലവി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്താണ് കഷ്ടകാലം എന്ന് പറയാൻ ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇന്ദ്രൻ വന്നപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇരിക്കുന്നത് കണ്ടു. ഇത് കണ്ടപ്പോൾ ഇന്ദ്രന് ഭയങ്കര കലിപ്പ്. ഇന്ദ്രൻ ഇങ്ങനെ ദേഷ്യത്തോടെ തിരിഞ്ഞ് അങ്ങോട്ടിരിക്കാം. അപ്പോൾ താൻ പിന്നെ ഇന്ദ്രനെ കാണുമോ മറ്റോ ചെയ്തോ എന്ന് സേതു ചോദിക്കുന്നതൊക്കെ ഇന്ദ്രൻ കേൾക്കുക. ഇല്ല, അവസാനം കണ്ടത് അന്ന് രാത്രി വീട്ടിൽ വന്നപ്പോഴാണെന്ന് നമ്മുടെ പല്ലവി പറഞ്ഞു. അന്നവനെ വെറുതെ വിട്ടത് ശരിയായില്ല എന്ന് സേതു പറയുക കേട്ടോ. 4 തല്ലും കൊടുത്ത് പറഞ്ഞു വിടുകയായിരുന്നു വേണ്ടതെന്ന്. അപ്പോൾ ഇന്ദ്രൻ ഇതൊക്കെ ഇരുന്ന് കേൾക്കുമല്ലോ, ഇങ്ങനെ ചെവി ഓർത്ത് പിടിച്ചിരിക്കാം. തല്ലുകയല്ല ശരിക്കും കൊല്ലുകയാണ് വേണ്ടത്. ഇനി അയാൾ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ ഞാൻ ഉറപ്പായിട്ടും അയാളെ കൊല്ലുമെന്ന് നമ്മുടെ പല്ലവി പറയുന്നു. എന്നെയല്ല ഞാൻ നിന്നെ അടി കൊല്ലാൻ പോകുന്നതെന്ന് ഇന്ദ്രൻ. പക്ഷെ അതിനു മുൻപ് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്ത ചില കാര്യങ്ങളൊക്കെയുണ്ട്, അതൊക്കെ നടക്കണമെന്ന് ഇന്ദ്രൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കാം.
അങ്ങനെ ഇന്ദ്രൻ അവിടെ നിന്ന് അങ്ങനെ ചിന്തിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നന്ദി.